വിരസമായിട്ട് പുറകിരിക്കുമായിരുന്നു. നിനക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ശരിക്കും നീ എന്നെ നോക്ക്. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പം എന്നോട് ദൈവം പറഞ്ഞ് നിന്റെ അമ്മ അങ്ങ് പോയെന്നാ. അവളെ കരയുന്ന കരച്ചിൽ നിങ്ങൾ കണ്ടോ? ഇത്രയും നേരം വചനം കേട്ടിട്ട് അവക്കൊന്നും തോന്നില്ല. പക്ഷെ ഇപ്പം അവൾക്ക് തോന്നി യേശുവിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്നാ. നിങ്ങളൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചേ. ആ നാമത്തെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്തേ. ആ മകൾക്ക് വേണ്ടി യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നുറക്കെ ഒന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും ആ നാമത്തെ. മക്കളെ, അമ്മ പോയിട്ട് എത്ര നാളായി? ഡൈവോഴ്സായോ? അവർക്ക് വേണ്ടായോ? വേണ്ട. അവർ തിരിച്ചു വരുമോ? എത്ര പിള്ളേരുണ്ട് നിങ്ങൾക്ക്? പിള്ളേരുള്ളൂ. ഏത് ക്ലാസ്സിലാണ് കുഞ്ഞ് നീ പഠിക്കുന്നത്? 8ാം ക്ലാസ്. നിങ്ങളുടെ വീട്ടിൽ കെടുകെട്ടി കിടക്കുന്നൊരു ശാപമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് സഭ ഒരുമിച്ച് ശാപത്തെ പൊട്ടിക്കും. നീ രക്ഷപ്പെടും. നിന്റെ കൊച്ചും രക്ഷപ്പെടും. നീയും നിന്റെ കൊച്ചും രക്ഷപ്പെടാതിരിക്കാൻ ഒരു പൈശാചിക ആധിപത്യം ഉണ്ട്. പിന്നെ നമ്മുടെ തമ്മിൽ പരിചയമല്ലോ ഉണ്ടോ? നീ എന്നെ ആദ്യമായിട്ട് കാണുക? അന്നു ഈ പറഞ്ഞ എല്ലാം സത്യമാ. അന്നു യേശു ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലേ? മനസ്സിലായി. ഇത്രയും ഞാൻ പ്രസംഗിച്ചിട്ടും അവൾ അനങ്ങുന്നില്ല. ഞാൻ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും നോക്കാൻ കേട്ടോ. എല്ലാവരെയും ഒരു പ്രാവശ്യമില്ല എൻ്റെ കണ്ണെല്ലാവരുടെ മേൽ പതിയും. ഞാനിങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരുന്നപ്പം യേശുവിനോട് പറഞ്ഞു അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, വിരസമായിട്ടിരിക്കുക അവള്. നിങ്ങൾ കണ്ടോ ഇപ്പം അവിടെ ഭാവം മാറിയേ? ഇതാണ് പ്രവചനത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ എന്തുവാ ചെയ്യുന്നേ? നിന്റെ വീട് അനാഥമാക്കി കളയാൻ വർഷങ്ങൾക്ക് മുൻപ് കെട്ടിയൊരു കെട്ടായത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഇത് ചേട്ടനാണോ? ആരും പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലയോ? ഇല്ല. അറിയത്തില്ലായിരുന്നു. ഇതാരാ? അമ്മയാ. അമ്മയ്ക്കറിയായിരുന്നു ഈ കാര്യമൊക്കെ. ശ്രദ്ധിക്കാറില്ല. പോട്ടെ. അങ്ങനെ അമ്മയെ പോലെ ആവരുത്, യേശുവിനെ പോലെ ആവണം. ഇന്ന് നിന്റെ വീട് തിരിച്ചു വരും. നിന്റെ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന ഒരു ശാപമുണ്ട്. കുടിക്കുമോ നമ്മള്? ഇനി തൊട്ടേക്കല്ല മദ്യത്തെ. പറ, തൊട്ടേക്കല്ല. ഇല്ല. ഏത് കൂട്ടുകാരൻ വിളിച്ചാലും പോകരുത്. കൂട്ടുകാരൻ വിളിക്കും അടുത്ത ദിവസം. ഞാൻ ചുമ്മാ പറയുന്നല്ല, എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പറയുന്ന. ഇവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തകർന്നു പോകണമെന്നാ. ഇനി തൊട്ടേക്കരുത് മദ്യപാനത്തെ. ഈ കൊച്ചിനെ നല്ലതായിട്ട് വളർത്തണം. മോളെ, ബൈബിൾ വായിക്കണം. ബൈബിൾ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരും. ബൈബിള് വായിക്കണം, പഠിക്കണം. ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ മിടുക്കിയാവും. നീ രക്ഷപ്പെടും. അനേകർക്ക് ആഹാരം കൊടുക്കുന്ന കേറ്ററിംഗ് സംരംഭം ഉണ്ടല്ലോ, അത് വിജയിക്കും. നിനക്ക് സാമ്പത്തിക നന്മ ദൈവം തരും. നിന്റെ ജീവിതം തിരിച്ചു മാറും. കോടതിയിൽ ഡൈവോഴ്സ് നടക്കും കേട്ടോ. ഞാൻ പറയുക, ഇനി ഇല്ലാത്തത് പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുക. ഡൈവോഴ്സ് നടക്കും. അവർക്ക് നിങ്ങളെ വേണ്ടാന്നും പറയും കേട്ടോ. പൈസ ചോദിക്കും, അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ 3 കാര്യം നടക്കും. നീ ഒന്ന് ചെറുതായിട്ട് കുഴങ്ങും. ഇന്ന് രാവിലെ നിന്നെ കുഴയ്ക്കാൻ നിൽക്കുന്ന ഒരു 4ാം വേദ കെട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചത് പൊട്ടിക്കാൻ പോവാം. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ എന്നുറക്കെ ഒന്ന് വിളിച്ച് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ഈ കുടുംബത്തിനകത്ത് വ്യാപരിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. ബ്രദറെ, അവർ പോകുമ്പോൾ ഒരു കാര്യം വിചാരിച്ചു, നിങ്ങൾ കുടിച്ചു തീരുമെന്ന് വിചാരിച്ചു. ആ പ്രതീക്ഷയൊക്കെ മാറുക. നമ്മൾ ജീവിക്കും, ദൈവത്തെ കൊണ്ട് ജീവിക്കും. എത്ര പിള്ളേരാ? എന്നാ ചെയ്യുക? കുടിക്കോ? ഭയങ്കര കുടിയാൻ. രണ്ടുപേരും അന്യായ കുടിയാൻ കേട്ടോ. ഒത്തിരി കരഞ്ഞു അല്ലേ? മാറുക. ചേട്ടനും അനിയനും മാറി.
നമ്മളിനി തൊടത്തില്ല, മദ്യത്തെ തൊടത്തില്ല. ഇല്ല, തൊടത്തിൽ. നിങ്ങൾ കൈയടിച്ച് വിളിക്ക. ഇതുകൂടെ എന്നെ കർത്താവ് ചെയ്യണേ. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ രക്ഷപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്നോട്ട് സന്ധ്യയ്ക്ക് വീട്ടിൽ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാൻ എൻ്റെ വകയായിട്ട് അവർക്ക് ഒരു ബൈബിൾ കൊടുത്തേക്കണം. മോളെ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചേക്കണം. നീ സുന്ദരി കുട്ടിയാ, ജീവിക്കണം നന്നായിട്ട്. നിന്റെ പ്രായമുള്ളൊരു കുഞ്ഞെനിക്കുണ്ട് കേട്ടോ, എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാ. അതുകൊണ്ട് നിന്നോട് പറയുക, നന്നായിട്ട് ജീവിച്ചോണം എന്ന്. ഞങ്ങളെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പഠിപ്പിക്കുന്നേ, ബൈബിൾ വായിക്കാൻ. ഞാനിവിടെ പറഞ്ഞില്ലേ, ബൈബിൾ വായിച്ചോണം. അമ്മ ഈ പിള്ളേരുടെ നന്മയൊക്കെ കാണും, പിള്ളേർ അനുഗ്രഹിക്കപ്പെടുന്ന കാണും. പിള്ളേർ അനുഗ്രഹിക്കപ്പെടാതെ തേരാപ്പാര നടക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന 3 കൂട്ടരുണ്ട്. അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ ഉയർത്തും.